ആധുനിക വൈദ്യശാസ്ത്രത്തിലെ രോഗനിർണയം, അതോടൊപ്പം തന്നെ രോഗകാരികളെ തിരിച്ചറിയൽ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പൊ ലബോറട്ടറി സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും അതേപോലെ നിഗമനങ്ങളും രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഡോക്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്ന, ഹൃദയമിടിപ്പൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെത്തോസ്കോപ്പ്, ഒപ്പം തന്നെ പനി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തെർമോമീറ്റർ, അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന സ്പിഗ്മോമാനോമീറ്റർ മുതലായവയൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിൽ തകരാറുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഉപകരണങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഉപകരണമാണ് സ്റ്റെത്തോസ്കോപ്പ്. അത് ചെവിയിൽ വെച്ച് നമുക്ക് ഹൃദയമിടിപ്പും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റെത്തോസ്കോപ്പ് ഇത് ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഡോക്ടേഴ്സിന് ഹൃദയമിടിപ്പും അതേപോലത്തെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് അളന്ന് എടുക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. ഈ ഉപകരണത്തിന്റെ പേരാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൃത്യമായിട്ട് അളന്നെടുക്കാൻ സാധിക്കും. ഈ ഉപകരണം വായിൽ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിലൊക്കെ വെച്ച് നിരീക്ഷിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിലെ താപനില 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആണോ അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉപകരണത്തിന്റെ പേരാണ് സ്പിഗ്മോമാനോമീറ്റർ. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം അളക്കാൻ, ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഈ ഉപകരണം ഉപയോഗിച്ച് സ്റ്റെത്തോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിന്റെ പ്രഷർ കൃത്യമായിട്ട് നമുക്ക് അളന്നെടുക്കാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. സ്റ്റെത്തോസ്കോപ്പ്, തെർമോമീറ്റർ, സ്പിഗ്മോമാനോമീറ്റർ മുതലായവ. കൂടാതെ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള അനേകം ഉപകരണങ്ങളും ഉണ്ട്. ആ ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ലബോറട്ടറി പരിശോധനകളിൽ നമ്മുടെ ലാബ് റിപ്പോർട്ടുകളൊന്ന് നോക്കാം. ഇതിൽ ടെസ്റ്റ് ഡീറ്റെയിൽസ്, ടെസ്റ്റ് റിസൾട്ട്, നോർമൽ വാല്യൂ, അതായത് നമ്മുടെ ശരീരത്തിൽ എത്രയാണോ വേണ്ടത് ആ വാല്യൂ, ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതേപോലെ തന്നെ ടെസ്റ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹീമോഗ്ലോബിൻ, ഇതിൽ ടെസ്റ്റ് റിസൾട്ട് 12.2 per 100 മില്ലി ലിറ്റർ രക്തത്തിലാണ്. നോർമലായിട്ട് വേണ്ടത് 12 to 17 ഗ്രാം per 100 മില്ലി ലിറ്റർ രക്തത്തിൽ. ഇപ്പൊ ശ്വേതരക്താണുക്കളുടെ എണ്ണം 8200 പെർ മില്ലി ലിറ്റർ രക്തത്തിൽ, അതായത് 100 മില്ലി ലിറ്റർ രക്തത്തിൽ 8200 എണ്ണമാണ് ശ്വേതരക്താണുക്കൾ വേണ്ടത്. സാധാരണ റേഞ്ച് ആയിട്ടുള്ളത് 5000 തൊട്ട് 10000 വരെയാണ് സാധാരണ റേഞ്ച്. ആരോഗ്യ മേഖലയിലെ പല രീതിയിലെ സ്പെഷ്യലൈസേഷനുകൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം, കാർഡിയോളജി, അതേപോലെ തന്നെ ന്യൂറോളജി, ഒഫ്താൽമോളജി, ഓങ്കോളജി, അങ്ങനെ പല മേഖലകളായിട്ട് തിരിച്ച് സ്പെഷ്യലൈസ്ഡ് വിഭാഗമായിട്ട് തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യലൈസേഷൻ റിലേറ്റഡ് ഏരിയ: കാർഡിയോളജി, ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട്; ഒഫ്താൽമോളജി, ട്രീറ്റ്മെന്റ് ഓഫ് ഐ; ന്യൂറോളജി, ട്രീറ്റ്മെന്റ് ഓഫ് നെർവസ് സിസ്റ്റം; ഓങ്കോളജി, cancer treatment; ENT, ear, nose, throat treatment. All these are the specialization and related area. അപ്പോൾ ആധുനിക ചികിത്സാ രീതിയിൽ കൂടുതൽ കൃത്യമായിട്ട് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ കാർഡിയോളജി, ഒഫ്താൽമോളജി,
ന്യൂറോളജി, ഓൺകോളജി, ENT മുതലായവ. ഇതിൽ ചിലതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലപോലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, നോട്ട് തയ്യാറാക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ പാഠഭാഗം ഭംഗിയായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.